സുവിശേഷത്തിന്റെ വഴികാട്ടി സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ ജീവിതകഥ. കേരളത്തിന്റെ ആത്മീയ ചരിത്രത്തിൽ അവിസ്മരണീയനായ സുവിശേഷകനായ സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ ജീവിതം പ്രചോദനത്തിന്റെ ഒരു ഉജ്ജ്വല നിധിയാണ്. കഠിനമായ ജീവിത സാഹചര്യങ്ങൾക്കും വെല്ലുവിളികൾക്കും നടുവിൽ നിന്ന് സുവിശേഷത്തിന്റെ വിളംബരം നടത്തിയ അദ്ദേഹം അനേകർക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് ഒരു മാർഗദീപമായിരുന്നു. സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ അഭിപ്രായത്തിൽ ബൈബിൾ ഒരു വായന പുസ്തകമല്ല, മറിച്ച് നിത്യജീവിതത്തിൽ പിന്തുടരേണ്ട ഒരു നിർദ്ദേശ പുസ്തകമാണ്. 1883 ഡിസംബർ മാസത്തിൽ മധ്യ കേരളത്തിലെ ചെങ്ങന്നൂരിനെ അടുത്ത് എടയാറന്മുള എന്ന ഗ്രാമത്തിൽ മുത്തമ്പാക്കൽ വീട്ടിൽ ഇട്ടി മറിയാമ്മ ദമ്പതികളുടെ മകനായി ജനിച്ചു. കൊച്ചുകുഞ്ഞിന്റെ വളർച്ചയുടെ തുടക്കത്തിൽ തന്നെ മാതാപിതാക്കൾ താൻ ബൈബിൾ വായനയിലും പ്രാർത്ഥനയിലും അതീവ ശ്രദ്ധാലുവായെന്ന് കാണപ്പെട്ടു. അദ്ദേഹത്തെ ക്രിസ്തീയ സഭയുടെ ചിട്ടയിലും ശാസനയിലും അവർ വളർത്തി. കൊച്ചുകുഞ്ഞ് ഗ്രാമത്തിലെ സ്കൂളിൽ തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പേര് സ്കൂൾ റെക്കോർഡുകളിൽ MI വർഗീസ് എന്നതായിരുന്നു. ബാല്യത്തിൽ തന്നെ അദ്ദേഹത്തിന് വായനയോട് താല്പര്യം വളരെയധികം ഉണ്ടായിരുന്നു. അന്ന് ബാല്യവിവാഹങ്ങൾ സാധാരണമായിരുന്നു. 11ാം വയസ്സിൽ കൊച്ചുകുഞ്ഞ് തന്റെ സ്വന്തം ഇടവകയിൽ തന്നെ ഒരു ചെറിയ യോഗത്തിൽ യേശുക്രിസ്തുവിനെ തന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ 15ാം വയസ്സിൽ തനിക്ക് തന്റെ മാതാവിനെ നഷ്ടപ്പെട്ടു. അവിടെ നിന്ന് പിതാവിന്റെ രോഗശുശ്രൂഷയുടെ ചുമതലയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. കൃഷിയിൽ നിന്നുള്ള വരുമാനം ജീവിതത്തിന് പ്രാപ്തമായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ വളരെ പ്രയാസപൂർണമായ ജീവിതം നയിച്ചു. 17ാം വയസ്സിൽ കൊച്ചുകുഞ്ഞ് സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ജീവിതം സുവിശേഷ പ്രവർത്തനത്തിലേക്ക് മാറി. രാത്രി വിളക്കിന്റെ വെളിച്ചത്തിൽ ബൈബിൾ കയ്യിൽ ഏന്തിക്കൊണ്ട് വീടുകൾ സന്ദർശിച്ച് പ്രാർത്ഥന യോഗങ്ങളും കുട്ടികളുടെ യോഗങ്ങളും സംഘടിപ്പിക്കുമായിരുന്നു. ഉണങ്ങിയ ശരീരവും പ്രൗഢമായ കണ്ണുകളും 5 അടി 9 ഇഞ്ച് ഉയരമുള്ള അദ്ദേഹം വെണ്മയുള്ള വസ്ത്രത്തിൽ കയ്യിൽ വിശുദ്ധ വേദപുസ്തകവുമായി കാണപ്പെടുക പതിവായിരുന്നു. അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥങ്ങളായ ബൈബിളും ആരാധന പുസ്തകങ്ങളും കാലങ്ങളോളം ചിന്തിച്ച് പ്രാർത്ഥിച്ച് പിന്നീട് അതനുസരിച്ചുള്ള ജീവിതം നയിച്ചിരുന്നു. കൊച്ചുകുഞ്ഞുപദേശിയുടെ നിഷ്കളങ്കമായ ജീവിതവും ആത്മനിയന്ത്രണവും ഭൗതിക സുഖങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും സാമൂഹ്യ സേവനത്തിനും ഉള്ള സമർപ്പണവും വിസ്മരണീയമാണ്. അദ്ദേഹം നിരവധി ദിവസങ്ങൾ ധ്യാനത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ചു. തന്റെ ജീവിതം, ഭാര്യ, മക്കൾ, മുഴുവൻ സ്വത്തുക്കളും കാലവും ഭാവിയും ദൈവത്തിനു വേണ്ടി സമർപ്പിച്ചു. കൊച്ചുകുഞ്ഞുപദേശിയുടെ അനശ്വര കൃതികളായ ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ സമർപ്പണത്തിന്റെയും ദൈവത്തിൽ ആഴത്തിലുള്ള വിശ്വാസത്തിന്റെയും ഫലമാണ്. ആശ്വാസഗീതങ്ങൾ എന്ന പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ 210 ഗാനങ്ങളും ഇപ്പോഴും ദുഃഖിതരായ ഹൃദയങ്ങളിൽ ആശ്വാസം നൽകുന്നു. ക്രൂശിൽ മരിച്ചീശനൻ പേർക്കായി വീണ്ടെടുത്തെന്നെ സ്വർഗ്ഗകാനാൻ നാട്ടിലാക്കുവാൻ. അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഇപ്പോഴും ലോകമെമ്പാടുമുള്ള മലയാളി ആരാധനാലയങ്ങളിലും കുടുംബ പ്രാർത്ഥനകളിലും ആലപിക്കപ്പെടുന്നു. 1945 നവംബർ 30 ലോകത്തിന്റെ അനന്യതയെ പൂർണ്ണമായി മനസ്സിലാക്കി ദൈവത്തിന്റെ പരിപാലനത്തിൽ വിശ്വസിച്ച് സാധു കൊച്ചുകുഞ്ഞുപദേശി അപ്പച്ചന്റെ വീട്ടിലേക്കുള്ള ശാന്തമായ യാത്ര പൂർത്തിയാക്കി. ഒരു സർഗവാസിയായി ജീവിതം നയിച്ച് സുവിശേഷ പ്രവർത്തനത്തിനായി തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, എൻ്റെ നാഥന്റെ സന്നിധിയിൽ ചേർന്നാൽ മതി എന്ന അദ്ദേഹത്തിന്റെ വരികൾ അന്വർത്ഥമായി.